ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിഫൂസ് കുക്കിംഗ് ചാനൽ. ഇന്ന് ഞാൻ വെണ്ടക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫൈബർ, വിറ്റാമിൻസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ ഇത്. ഇതിലെ വഴുവഴുപ്പ് കാരണം സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വെണ്ടക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രമൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല ജീരകവും ഉലുവയും കടുകൊക്കെ നല്ല മൂപ്പായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഈ ഒരു മെഴുക്ക് പുരട്ടി മാത്രം മതി കേട്ടോ വയറ് നിറയെ കഴിക്കാനായിട്ട്. അപ്പം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു വലിയ സൈസിലുള്ള 8 വെണ്ടക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് വെണ്ടക്ക ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക ഇങ്ങനെ ആദ്യം കുറച്ച് വാട്ടിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കണം കേട്ടോ. ഇനി ഇത് നല്ലപോലെ വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സാധാരണ മെഴുക്ക് പുരട്ടിയിൽ ഉപ്പും മഞ്ഞളൊക്കെ ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പം ഞാനിത് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടോ. വെണ്ടക്ക വേവായി വരുന്നതേ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെണ്ടക്ക ഇതാ വാടി വരുന്നതേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് വാടി വരാനുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. എനിക്കിങ്ങനെ കുഴഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള മെഴുക്ക് പുരട്ടിയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പാകമായിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഞാനിതാ ഇതിൽ നിന്ന് ഒരു വെണ്ടക്കയുടെ പീസ് എടുത്തിട്ട് മുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടക്ക ഇതാ മുറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല പാകമായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിളാണിത്. ഈ വെണ്ടക്ക കൊണ്ടിട്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വെണ്ടക്ക. അപ്പോൾ നമ്മുടെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതാ വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളല്ലേ. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിയിലുമാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.